പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജോസഫ് മർഫി എഴുതിയിട്ടുള്ള ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്നുള്ള ഒരു പുസ്തകത്തിനെ പറ്റിയിട്ടുള്ള ഒരു അവലോകനമാണ് നമ്മളിവിടെ കേൾക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ ഒരു പുസ്തകം വായിച്ചാൽ നമ്മളത് വായിക്കും, പിന്നെ നമ്മൾ അടുത്ത പുസ്തകം വായിക്കും അല്ലേ. അതിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത് അവരുടെ ജീവിതം കൊണ്ട് അവർ പഠിച്ചെടുത്ത അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളെ പറ്റിയാണ് നമുക്ക് ആ പുസ്തകത്തിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴാണോ പകർത്തുന്നത് അപ്പോഴാണ് നമ്മൾ ആ പുസ്തകം വായിച്ചതിൻ്റെ ആ ഒരു ഉപകാരം അല്ലെങ്കിൽ ആ ഒരു അറിവ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് നമ്മുടെ തന്നെ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട 6 കാര്യങ്ങളാണ് ഞാനിവിടെ ഉദ്ധരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ, അതുപോലെ വിലയേറിയ കമൻസ്, ലൈക്ക് ഇതെല്ലാം എനിക്ക് വളരെ ദയോടുകൂടി നൽകുക. ഇനി നമ്മുടെ തന്നെ മനസ്സിന് അഭൗമമായ ശക്തിയാണുള്ളത്. നമുക്ക് തന്നെ ആ ഒരു ശക്തി ഉപയോഗിച്ചു കഴിഞ്ഞാൽ സമൃദ്ധി, സന്തോഷം, ആരോഗ്യം, വിജയം എന്നിവ നമുക്ക് കൈവരിക്കാം. അപ്പോൾ നമ്മുടെ മനസ്സിലൂടെ വളരെയധികം വിചാരങ്ങളും കുറേയധികം വിശ്വാസങ്ങളും ഇതൊക്കെ ആയിട്ടാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ ഹെറിഡിറ്ററി ആവാം, അതുപോലെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ നേടിയെടുത്ത കാര്യങ്ങളൊക്കെ ആവാം. പക്ഷേ ഈ ഒരു വിശ്വാസങ്ങളും ഇതൊക്കെ നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റും എന്നാണ് ജോസഫ് മർഫി ഈ പുസ്തകത്തിൽ ഊന്നി പറയുന്നത്. അതായത് നമ്മൾ തന്നെ നമ്മുടെ ചിന്തകളെയും വിചാരങ്ങളെയും ഒരു ധാരയായി കടത്തിവിടുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, അല്ലെങ്കിൽ വിജയങ്ങൾ ഒന്നൊന്നായി കൊയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ കൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ അത് സാധിക്കും എന്നത് നമുക്ക് നമ്മളുടെ ഓരോ പോസിറ്റീവ് വിചാരങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവ് അഫർമേഷൻസിലൂടെ നമുക്കത് നേടിയെടുക്കാം എന്നാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്. നിരന്തരമായിട്ട് നമ്മൾ ഉണർവുള്ള ഒരു മനസ്സോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു പോസിറ്റീവ് കാര്യങ്ങൾ വീണ്ടും നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആദ്യം തന്നെ നമ്മുടെ ഉള്ളിലാണ് നമ്മൾ ഏതൊരു കാര്യവും നമ്മൾ നേടിയെടുക്കേണ്ടത്. ഉള്ളിൽ നടന്ന ഏതൊരു കാര്യം നമ്മുടെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു പുളിയെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അപ്പം തന്നെ നമ്മുടെ വായിൽ വെള്ളം വരുമല്ലേ. നമ്മുടെ കയ്യിൽ പുളിയില്ല, അല്ലെങ്കിൽ നമ്മൾ പുളീനെ കണ്ടിട്ടില്ല. നമ്മൾ ആ ഒരു ചിന്ത അത് തന്നെ നമ്മുടെ വായിൽ നമുക്ക് വെള്ളം അല്ലെങ്കിൽ കപ്പലോടാനുള്ളൊരു വെള്ളം നമ്മുടെ വായിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശക്തി അല്ലെങ്കിൽ അതിനുള്ളൊരു പ്രാപ്തി, എബിലിറ്റി ഉള്ളൊരു ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഇതുപോലുള്ള ശക്തമായ നമ്മുടെ വിചാരം, നമ്മുടെ വികാരം നമ്മൾ ഫുള്ളായിട്ട് അത് അനുഭവിക്കുക. അതാണ് ഞാൻ പുളി എന്നുള്ളൊരു എക്സാമ്പിൾ എടുക്കാൻ തന്നെ കാരണം. അപ്പോൾ നമ്മളത് മുഴുവനായിട്ട് എല്ലാ വികാരങ്ങളോടും കൂടി നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് ആ വായിൽ ആ വെള്ളം ഊറുന്നത്. നമുക്കറിയാം, നമ്മൾ പുളി അനവധി നമ്മൾ കഴിച്ചിട്ടുണ്ട്, പുളിരസം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് അറിയാവുന്നത് കൊണ്ട് ആ പേര് പറഞ്ഞ ഉടനെ നമുക്ക് അത് അനുഭവിക്കാൻ സാധിച്ചത്. ഇങ്ങനെ നമ്മുടെ വിജയം അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ തന്നെ അനുഭവിക്കണം. അത് അനുഭവിക്കണമെങ്കിൽ ആദ്യം തന്നെ അങ്ങനത്തെ ഇത് നമ്മളെല്ലാ മനുഷ്യന്മാർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാത്ത ഒരു കാര്യവും ഇവിടെ ഇല്ല. അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. അപ്പോൾ ഈ ഒരു കാര്യം വളരെ സിമ്പിളായിട്ട് ഏതൊരു മനുഷ്യനും ചെയ്യാൻ പറ്റുന്നത് ആയതുകൊണ്ടാണ് ജോസഫ് മർഫി ആ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടുന്ന പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സിലേക്ക് തന്നെ ആവർത്തിച്ച് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്കതൊരു പോസിറ്റീവ് അഫർമേഷനായിട്ടും അല്ലെങ്കിൽ ചിന്തകളായിട്ടും അതിപ്പോൾ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് നമുക്ക് നേടിയെടുക്കാം. എന്നിട്ട്
എന്നിട്ട് നമ്മളതിനെ വിഷ്വലൈസ് ചെയ്യുക, നമ്മളത് നമ്മുടെ കൺമുന്നിൽ കാണുക, നമ്മളത് അനുഭവിക്കുക. ഈ അനുഭവമാണ് നമുക്ക് ആ ഓരോ റിയാലിറ്റി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് അറിയാം, നമുക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങൾ, ഭാരം, ഓരോ മനസ്സിന് ഓരോ പ്രശ്നങ്ങൾ, അത് പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഓരോ പേടി, നമുക്ക് തന്നെ ഓരോ തരത്തിലുള്ള കുറേ ഡൗട്ട്സ്, ഇതെല്ലാം നമ്മുടെ മനുഷ്യ മനസ്സിനുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഭയം അല്ലെങ്കിൽ ദുഃഖം, അതുപോലെ വിഷമം, എല്ലാതും നമുക്ക് നീക്കം ചെയ്യാൻ കഴിയണം. ഇതൊക്കെ നീക്കം ചെയ്ത ഒരു മനസ്സിൽ മാത്രമാണ്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള പോസിറ്റീവ് അഫർമേഷൻ ആയാലും വിഷ്വലൈസേഷനൊക്കെ ആണെങ്കിലും അത് വർക്കാവുള്ളൂ. അപ്പോൾ നമ്മുടെ മൈൻഡിനെ ആദ്യം തന്നെ നമ്മൾ ക്ലിയർ ആക്കണം. ഭയം പാടില്ല, അവിടെ ഒരു ഡൗട്ട് പാടില്ല. അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മളുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ഇങ്ങനെ കുറേ എന്താ പറയുക, മറ്റുള്ളവരുള്ള നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാവും. അതായത് ദേഷ്യം, പിന്നെ അതുപോലെ ഓരോരുത്തരോട് എല്ലാവർക്കും എപ്പോഴും നല്ല രീതിയിലുള്ളൊരു എന്താ പറയുക, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, നമുക്ക് നന്നായിട്ട് എല്ലാവരെയും ഒരേ രീതിയിൽ എപ്പോഴും സ്നേഹിക്കാനും അതുപോലെ ഉൾക്കൊള്ളാനൊക്കെ കഴിയുന്ന ആ ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ ഉയരണം. അവിടെ നിന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ വക കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇതിപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരാളോട് ദുഃഖമുണ്ട്, അല്ല ഒരാളോട് വിഷമമുണ്ട്, അല്ലെങ്കിൽ ഒരാളോട് ദേഷ്യമുണ്ടെന്ന് വെച്ചാൽ മറ്റൊരാളിതൊന്നും അറിയാൻ പോണില്ലല്ലോ എന്ന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ മൈൻഡിനെ ക്ലിയർ ആക്കേണ്ടത്. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു ഭഗവത്ഗീതയിലത്തെ ഒരു 4 വരി ശ്ലോകം ഞാൻ പറഞ്ഞു തരാം. ഉദ്ധരേതാത്മനാത്മാനം ആത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുരാത്മൈവ രിപുരാത്മനഃ. ആരാണോ അവനവനെ തന്നെ ഉയർത്തുന്നത് അവൻ തന്നെയാണ് അവൻ്റെ മിത്രം. ആരാണോ അവനവനെ തന്നെ കീഴ്പ്പെട്ട് അല്ലെങ്കിൽ താഴ്ത്തുന്നത് അവനാണ് അവൻ്റെ ശത്രു എന്നാണ് ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഉപദേശം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കാര്യത്തിലും നമ്മൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക, നെഗറ്റീവ് ഇമോഷൻസിനെയൊക്കെ ക്യാൻസൽ ചെയ്ത് കളയുക. ഇതിനൊക്കെ കുറച്ച് അഭ്യാസം തന്നെ വേണം. നമുക്ക് പ്രേയേഴ്സ്, നമുക്ക് മെഡിറ്റേഷൻ, ഇതൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് പല ടാക്ടിക്സ്, ഓരോരുത്തർക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ നമുക്ക് അതിനെ നേടിയെടുക്കാം. ഇനി അതുപോലെ പിന്നെ നമുക്ക് പറയാനുള്ള അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമുള്ള ഒരു മനസ്സ്. ആ ഒരു മനസ്സിന് ഉടമകൾക്ക് മാത്രമാണ് ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് വളരെ കറക്റ്റായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയങ്ങളായാലും അതുപോലെ മറ്റുള്ള ഏതൊരു കാര്യവും, നമ്മൾക്ക് ഒരു ശാന്തതയാണെങ്കിലും എന്താണോ ഓരോരുത്തർക്ക് ജീവിത വിജയം എന്ന് പറയുന്നത് വെവ്വേറെ കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു സ്പോർട്സ്മാൻ്റെ വിചാരം എനിക്ക് ക്രിക്കറ്റിൽ ഏറ്റവും നല്ലൊരു പ്ലെയർ ആവണം എന്നാണ്. പക്ഷേ ഒരു സംഗീതജ്ഞൻ അങ്ങനെയല്ലല്ലോ ചിന്തിക്കുക. എനിക്ക് ഏറ്റവും നന്നായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ എപ്പോഴാണോ പറ്റുന്നത് അതാണ് എൻ്റെ ഏറ്റവും ഒരു ജീവിത വിജയം എന്ന് കരുതുന്നത്. അതേപോലെ ഓരോ മനുഷ്യനെയും ഡിഫൈൻ ചെയ്തത് വെവ്വേറെ വിജയങ്ങളാണ്. അതായത് ഓരോരുത്തർക്കും വെവ്വേറെ കാര്യങ്ങളാണ് അവരവരുടെ ജീവിത വിജയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആരോഗ്യമുള്ള ഒരു മൈൻഡിന് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വിഷ്വലൈസേഷൻ, അതുപോലെ ധ്യാനം, അതുപോലെ പോസിറ്റീവ് അഫർമേഷൻസ്, ഇതൊക്കെ നമുക്ക് വളരെയധികം ഗുണം ചെയ്യും എന്ന് അദ്ദേഹം ഈ പുസ്തകത്തിൽ വളരെ അധികം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അദ്ദേഹം തന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ധനം, അതുപോലെ സമൃദ്ധി, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരാൾക്കും വിജയം നേടാനും നമ്മളുടെ ഈ സബ് കോൺഷ്യസിൻ്റെ പവറോട് കൂടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താ, ഉള്ളിൽ നമ്മുടെ വിജയങ്ങൾ നമുക്ക് കാണാനും ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിഞ്ഞാൽ ദെൻ അത് നമുക്ക് പുറത്തെ ഒരു റിയാലിറ്റി ആക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ
നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കട്ടെ. ഈ വീഡിയോ കണ്ട് വെറുതെ ഇത് ഏതൊരു വീഡിയോ ചെയ്യുന്ന പോലെ നമ്മൾ മറന്നു കളയാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ മുന്നേറാം എന്നുള്ളത് നമുക്ക് ഈ ഒരു പുസ്തകത്തിൻ്റെ സംഗ്രഹത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളനുസരിച്ച് നമുക്ക് എങ്ങനെ പവർ ഓഫ് വിഷ്വലൈസേഷൻ കൂട്ടാം, എങ്ങനെ നമുക്ക് നല്ല മനസ്സിനുടമയാകാം, ഇതെല്ലാം നമുക്ക് ആദ്യം തന്നെ നമ്മൾ പരിശീലിച്ചതിന് ശേഷം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത വിജയം ഇതിലൂടെ നേടണം എന്ന് എല്ലാവർക്കും ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസ നൽകിക്കൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും ഗുഡ് ബൈ, നമസ്കാരം.